പ്രത്യേകിച്ചും ഇസ്ലാമിലും ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നമ്മുടെ നാട്ടിൽ സാധാരണ മുഖ്യധാര മുസ്ലിം സംഘടനകൾ അവർ നിരന്തര സമരത്തിലാണ്. ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അവർ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വർഗീയവാദികൾ ഇത്രയധികം വർഷം ശ്രമിച്ചിട്ടും അവരെ എല്ലാവരും കൂടെ കൂടിയാൽ ഒരു 10% കൂടുതൽ അവരിപ്പോഴും ഇല്ല. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരെങ്കിലും ഈ ഇത്തരമൊരു സമരത്തെ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ UDFൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗുകാരുണ്ട്, മതനിരപേക്ഷ മുസ്ലിങ്ങളുണ്ട്. അവർ UDFന് വോട്ട് ചെയ്യുന്നുണ്ട്, UDF ജയിക്കുന്നുണ്ട്. പക്ഷേ ഓഫ് ലേറ്റ് ഇപ്പോൾ കാണുന്നത് ആ ജയങ്ങളെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ജയമായി കാണിക്കാനുള്ള ഒരു ശ്രമം പല CPM നേതാക്കന്മാരും പറയുന്നുണ്ട്. അതാണ് ദൂരവ്യാപകമായ ഫലം അവരിൽ തന്നെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നത്. അതായത് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അട്ടിപ്പേർ അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഐഡിയോളജി കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണിതെന്ന് ജമാഅത്തെ ഇസ്ലാമി അവകാശവാദം ഉന്നയിക്കുന്നതോടെ സെക്കുലർ മുസ്ലിമിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നം വരും. ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് അരുതിക്കുകയല്ലേ ചെയ്യുന്നത്? കാരണം പ്രശ്നമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് മുസ്ലിം മതവാദികളുടെ ഞാൻ ഉറപ്പിച്ചാ പറയാം, ജയിച്ചത് ഒന്നും കൂടി ഇപ്പം തന്നെ പറയാം. അവിടെ ജയിച്ചത് ഭൂരിപക്ഷത്തിലാണെന്ന് നോക്കിയില്ല ഞാൻ പറയുന്നത്. അവിടെ ജയിക്കുന്നതിന് കിട്ടിയ വോട്ടിൻ്റെ അകത്ത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ SDP വോട്ടുണ്ട്. പാലക്കാട് ജയിച്ചതോ അതിലെനിക്ക് തർക്കമില്ല. പക്ഷെ അവർ ജയിച്ചത് വർഗീയവാദികളായ ആ വോട്ടുണ്ട്, അവർക്ക് ജയത്തിന്റെ കാരണം അവരാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് അവിടെയായാലും ഞാൻ പാലക്കാട് എടുക്കുന്നവര് പാലക്കാട് ഞാൻ പറഞ്ഞുതരാം. 4500 വോട്ട് BJPൻ്റെ വോട്ട് പിടിച്ചു. 4500 BJP വോട്ട് പിടിച്ചു രാഹുൽ. 10,000 വോട്ട് SDP പിടിച്ചു. അത് അവരെന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞാണ്. 3000-4000 വോട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെയും പിടിച്ചു. ജയിച്ചത് എത്രയായിരം വോട്ടിനാണ്? 10,000 വോട്ട് SDP കിട്ടുന്നത് അവർ വന്നല്ലോ. അവരുടെ ആദ്യത്തെ പ്രകടനം നടത്തിയത് വിജയിച്ചപ്പോൾ. എന്റെയും പ്രശ്നം അതാണ്. SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വെക്കുന്ന എല്ലാ അവകാശവാദങ്ങളും CPM നമ്മൾ സമ്മതിക്കേണ്ട കാര്യമില്ല. അതായത് AK ആന്റണി പറയുന്നു ഞങ്ങൾ അത്ഭുതകരമായ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ ആന്റണിയോട് ഞാൻ പറയാണ്, ഏതാ ഭൂരിപക്ഷം? ആ ഭൂരിപക്ഷം SDP പറയുന്ന 10,000 വോട്ട്, ജമാഅത്തെ ഇസ്ലാമിൻ്റെ 4,000 വോട്ട്, 4,500 വോട്ട് BJPയിൽ നിന്ന് പിടിച്ചതെന്നല്ല ഞാൻ പറഞ്ഞത്, വാങ്ങിയതെന്നാണ്. ഈ 18,000-ലധികം വരുന്ന വോട്ട് കൊണ്ടാണ് നിങ്ങൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ഭൂരിപക്ഷമാണ്? അപ്പോൾ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഉറപ്പിച്ചില്ലേ പറഞ്ഞത്. അത് ഏതെങ്കിലും നേതാവ് പ്രത്യേകിച്ച് വാക്ക് തെറ്റി പറഞ്ഞതൊന്നുമല്ല. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൻ്റെ പിന്നിൽ ഇവരുണ്ട്. ജമാഅത്തെ ഇസ്ലാമും ഉണ്ട്, അതുപോലെ തന്നെ SDP ഉണ്ട്, ചിലപ്പോഴൊക്കെ BJP ഉണ്ട്. ഇതിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നേരിട്ടല്ലാതെയും ഒരു അലയൻസ് UDF കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. അത് വസ്തുതയാണ്. പക്ഷേ ഇത്തരം വലിയ വിജയങ്ങളുടെ വിജയം എന്നുള്ളതല്ല, ആ വിജയത്തിൻ്റെ പങ്ക് ആരൊക്കെയാണ്? ആ പങ്ക് ഞങ്ങൾക്കൊറ്റക്കാണ്, മതനിരപേക്ഷവാദികൾക്കാണെന്ന് പറയാൻ നിങ്ങൾക്കാവുമോ? ആവില്ലല്ലോ. അതാ അപ്പോൾ പങ്ക് പറ്റുമ്പോൾ ആലോചിച്ചോളണം. ആ പങ്ക് പറ്റിയ കൂട്ടത്തിൽ RSSൻ്റെ വോട്ട് നിങ്ങൾക്കുണ്ട്, ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് നിങ്ങൾക്കുണ്ട്, SDP-യുടെ വോട്ട് നിങ്ങൾക്കുണ്ട്. ഞാൻ അതാണ്ടാ പറഞ്ഞത്. അത് നിങ്ങൾ മുസ്ലിം ലീഗിനോടും UDFനോടും ഇത് അപകടകരമാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ ജയങ്ങൾ മുഴുവൻ ഞങ്ങൾ കണ്ടില്ലാന്ന്. ജയം മുഴുവൻ ഞങ്ങൾ കൂടി ചേർന്നിട്ടില്ലേ കോൺഗ്രസിൻ്റെ വിജയമുണ്ടായി. കോൺഗ്രസ് 100ഓളം വോട്ട് സീറ്റിൽ ജയിച്ചത് ഇടതുപക്ഷം കൂടി ചേർത്തുകൊണ്ടല്ലേ ഇന്ത്യയിലാകെ. അതിനെന്താ അവൻ്റെ സംശയമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട നിലപാട് ഇതാണ്. അത് പറയുമ്പോൾ നല്ല പൊള്ളലുണ്ട്. പൊള്ളാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ പറയുന്നത്. അതാണല്ലോ ജനങ്ങളുടെ ഇടയിലും വരുന്നത്. രാഹുൽ ഗാന്ധി ജയിച്ചതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ജയിച്ചത് ഭൂരിപക്ഷം കൂട്ടിയിട്ട് ആ ഭൂരിപക്ഷത്തിൻ്റെ അത് കിഴിച്ചോ എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? അത് രാഷ്ട്രീയമല്ല. അവർക്ക് കിട്ടിയ വോട്ടില്ലാത്ത അതങ്ങോട്ട് കുറച്ച് കളഞ്ഞാലും നമ്മൾ ജയിക്കുമല്ലോ എന്നല്ലേ നിങ്ങൾ ലോജിക്കായിട്ട് ചോദിക്കുന്ന ചോദ്യം? തെറ്റായ ചോദ്യം അത്. നിങ്ങൾക്ക് കിട്ടിയ വോട്ടിൻ്റെ അകത്ത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ടുമുണ്ട്, SDP-യുടെ വോട്ടുമുണ്ട്, BJPൻ്റെ വോട്ടുമുണ്ട് എന്നാണ് എൻ്റെ കണക്ക്. ഞങ്ങളെ വോട്ടുണ്ട് കുറച്ച്. അവിടെ എൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അതിൽ മതനിരപേക്ഷ മുസ്ലിമും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ലീഗും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധവുമില്ല. അവരിപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരെ കൂട്ടിയാൽ എന്നാണ് മത നേതൃത്വം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗിൻ്റെ അവരെ കൂട്ടിയാൽ എന്താണ് എന്ന ചോദ്യം, ആ ചോദ്യം കേരളത്തിലെ മുസ്ലിം അംഗീകരിക്കുന്ന ചോദ്യമല്ല. അതാ പ്രശ്നം.
അപ്പോൾ അത് ഞങ്ങൾ ഉപയോഗിക്കും വളരെ ശക്തിയായിട്ടു, ഒരു സംശയവും വേണ്ട.